നമസ്കാരം. ഇപ്പോൾ എ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. സ്വന്തം രാഷ്ട്രീയ അവസരവാദത്തെ മറച്ചുവെക്കാൻ UDF നന്നേ പാടുപെടുന്ന ഒരു സന്ദർഭമാണ്. വിചിത്രമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിനാണ് കേരളത്തിൽ UDF പരിശ്രമിച്ചത്. നിരവധി പഞ്ചായത്തുകളിൽ BJPക്കൊപ്പം ചേർന്നും BJP സ്ഥാനാർത്ഥികളെ നിർത്താതെയും ദുർബലരായ സ്ഥാനാർത്ഥികളെ ചിലയിടങ്ങളിൽ നിർത്തിയും ഒക്കെയാണ് മത്സരരംഗം വന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി UDF സഖ്യമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരം രാഷ്ട്രീയ അവസരവാദം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതിവിചിത്രമായ രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. സ്വന്തം രാഷ്ട്രീയ നിലപാടിനെ ന്യായീകരിക്കാൻ കഴിയുന്നില്ല UDFന്. കോൺഗ്രസ് നേതാക്കന്മാർ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ്. ഉമ്മൻചാണ്ടി പറയുന്നതല്ല ഹസൻ പറയുന്നത്. മുല്ലപ്പള്ളി അത് മനസ്സിലാക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ചെന്നിത്തല അതിനോട് പ്രതികരിക്കുന്നത് വേറൊരു തരത്തിലുമാണ്. ഇതുതന്നെയാണ് അവർക്ക് കുറേ കാര്യങ്ങൾ മറച്ചു വയ്ക്കാനുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പൊ സ്വന്തം രാഷ്ട്രീയ നിലപാട് തന്നെ ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ കോൺഗ്രസ് നിർബന്ധിതമായിരിക്കുന്നു. അത് അങ്ങനെ നിർബന്ധിതമായത് ഒരു നിലപാടില്ലായ്മയിൽ നിന്നാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ BJPക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. അവസരവാദം പാടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയത് ലീഗിന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വിധേയമാവുന്നതിൻ്റെ കൂടി ഭാഗമാണ്. കോൺഗ്രസിനെ ലീഗ് നയിക്കുന്നതിന് വലിയ വില ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം നൽകേണ്ടി വരും. UDF, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDFൽ നിന്നും വിട്ടുപോയതോടുകൂടി ഒരു ഭാഗം തളർന്ന മട്ടാണ്. ഇത്തരം രാഷ്ട്രീയ അവസരവാദത്തിലേക്ക് നീങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഈ ശക്തിക്ഷയമാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. കോൺഗ്രസിന് തന്നെ അപകടമുണ്ടാക്കുന്ന നിലപാടാണ്. കോൺഗ്രസ് ഇപ്പൊ സ്വീകരിച്ച നിലപാടുകൾ കൊണ്ട് കൂടുതൽ ദുർബലപ്പെടും. ദേശീയ തലത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ വർഗീയതയുടെ മിതവാദ സമീപനം സ്വീകരിക്കുന്നത് കൊണ്ട് കോൺഗ്രസ് കൂടുതൽ ദുർബലപ്പെടുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഏറ്റവും വിശ്വാസ്യത കുറഞ്ഞ രാഷ്ട്രീയ ഘടകം കോൺഗ്രസ് ആണ് എന്ന് വന്നതാണ് ബീഹാറിലെ BJP ഇതര രാഷ്ട്രീയ സഖ്യത്തിന്റെ വിജയസാധ്യതയെ ദുർബലപ്പെടുത്തിയത്.
സമൂഹം കൂടുതൽ വർഗീയവൽക്കരിച്ചാൽ അതിന്റെ ഗുണഭോക്താവ് വ്യത്യസ്ത വർഗീയതകളാവുമെന്ന് ഹൈദരാബാദിലെ മിഞ്ഞാന്നത്തെ തെരഞ്ഞെടുപ്പ് പോലും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. BJP-യും MIM-ഉം സ്ഥിതി മെച്ചപ്പെടുത്തിയപ്പോൾ കോൺഗ്രസിനൊക്കെ വളരെ നാമമാത്രമായ പ്രാതിനിധ്യം മാത്രമാണുള്ളത്. മറുഭാഗം ശക്തിപ്പെടുകയാണ്. ഇതിൻ്റെ ആപത്ത് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാ വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണ്. ഭൂരിപക്ഷ വർഗീയത കൂടുതൽ എതിർക്കപ്പെടേണ്ടതാണ്. ആ പ്രവർത്തനത്തിൽ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് ഒപ്പമോ ന്യൂനപക്ഷ വർഗീയതയിൽ തന്നെ കൂടുതൽ തീവ്ര മതമൗലികതാവാദ സമീപനം സ്വീകരിക്കുന്നവരുമായോ സഖ്യമുണ്ടാക്കുന്നത് തീവ്ര ഹിന്ദുത്വത്തെ ശക്തിപ്പെടും. ആ തീവ്ര ഹിന്ദുത്വത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാടുകൾ ഒരു കാരണവശാലും മതനിരപേക്ഷ രാഷ്ട്രീയ ചേരി എടുക്കാൻ പാടില്ല. ആ നിലപാട് നല്ല കരുതലോടെ എല്ലായ്പ്പോഴും സ്വീകരിച്ചതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതലായി ഇടതുപക്ഷത്തിൽ വിശ്വാസം അർപ്പിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മാത്രമല്ല BJP കേന്ദ്ര ഏജൻസികളെ കേരളത്തിൽ വലിയ തോതിൽ ദുർവിനിയോഗം ചെയ്യുന്നതിന് നമ്മളിപ്പോൾ സാക്ഷികളാവുന്നുണ്ട്. കേരളം ആർജിച്ച നേട്ടങ്ങളെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അതിനെ പിന്നിൽ നിയന്ത്രിക്കുന്ന സംഘപരിവാറിനുണ്ട്. കാരണം കേന്ദ്ര BJP ഗവൺമെന്റിന്റെ മുൻഗണനകളല്ല കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മുൻഗണനകൾ. കേന്ദ്ര BJP ഗവൺമെന്റിന്റെ മുൻഗണന ഒരു ഭാഗത്ത് പൂർണ്ണമായ മതധ്രുവീകരണത്തിന്റെ വഴി വെട്ടിത്തെളിയിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധതയിൽ അടിസ്ഥാനമിട്ട രാഷ്ട്രീയ മുൻഗണനകളാണ്. അത് മോദി ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ ഭരണത്തിൽ നമുക്കത് കൃത്യമായി കാണാൻ കഴിഞ്ഞതാണ്. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. പള്ളി നിന്നെടുത്ത് അമ്പലം പണിയുന്നതിന് മുൻഗണന കൊടുത്തു പ്രധാനമന്ത്രി. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അവകാശത്തിന്റെ നിരാകരണത്തിന് പ്രാഥമികത നൽകി കേന്ദ്ര ഗവൺമെന്റ്. കശ്മീരിനെ തന്നെ കഷ്ണങ്ങളായി വെട്ടിമുറിച്ചു. ആ ജനതയുടെ നമ്മുടെ പൊതുധാരയിൽ നിന്നുള്ള അന്യവൽക്കരണത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. പൗരത്വ ഭേദഗതി നിയമം ഉണ്ടാക്കി ഇന്ത്യയിലെ തന്നെ മതന്യൂനപക്ഷത്തെ നമ്മുടെ നാട്ടിൽ തന്നെ അഭയാർത്ഥികളാക്കുന്ന നിലപാടുകളിലേക്ക് പോയി. മുത്തലാഖ് നിയമം ഉണ്ടാക്കി. വിവിധ നഗരങ്ങളുടെ പേരുകളിൽ മുസ്ലിം പേരുകളുണ്ട് എന്നതുകൊണ്ട് അതൊക്കെ മാറ്റി വളരെ കൃത്യമായ ഒരു RSS അജണ്ടയിൽ പ്രാഥമികത കിട്ടി. അതാണ് മുഖ്യ അജണ്ടയായി മാറിയത്. ഇക്കണോമിക് അജണ്ടയിലാകട്ടെ വലിയ തോതിലുള്ള കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ സാധ്യത വർദ്ധിപ്പിച്ചു. പ്രകൃതി ധാതു ലവണങ്ങൾ അവർക്ക് കൊടുത്തു. നമ്മുടെ എയർപോർട്ടുകൾ, തുറമുഖങ്ങൾ, ഡിഫൻസ് മേഖലയിലെ സ്ഥാപനങ്ങൾ വലിയ തോതിലുള്ള സ്വകാര്യവൽക്കരണം. അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമായിട്ട് ഇപ്പോൾ കോർപ്പറേറ്റുകൾക്ക് സ്വന്തമായി ബാങ്ക് തുടങ്ങാം എന്നതാണ്. നമ്മുടെ നാട്ടിൻപുറത്തെ വീട്ടമ്മയുടെ പിടിയരി അംബാനിയുടെയും അദാനിയുടെയും പോക്കറ്റിലെത്തിക്കുന്ന നിലപാടാണ് ഇപ്പൊ സ്വീകരിച്ചത്. കർഷക വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നിയമങ്ങൾ പാസാക്കാനാണ് പാർലമെന്റിൽ മുന്തിയ പരിഗണന. ഇതിനെല്ലാം എതിരായിട്ടുള്ള തീക്ഷ്ണമായ ജനരോഷം നമ്മുടെ സമൂഹത്തിലുണ്ട്. വലിയ കർഷക പ്രക്ഷോഭങ്ങളുടെ കരുത്തിലാണ് നമ്മളെല്ലാം ഇപ്പോൾ വളരെ ആവേശഭരിതരായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത്.
അത്തരമൊരു പ്രതിരോധത്തിന്റെ മുന്നിൽ നിൽക്കുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അത് രണ്ടു തരത്തിൽ, ഒരു ഭാഗത്ത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട്, വേറൊരിടത്ത് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഗവൺമെന്റ് പ്രവർത്തിക്കുക. അതിലൂടെ കേരളം നേടിയ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇപ്പോൾ സാമൂഹ്യ സുരക്ഷ കേരളത്തിൻ്റെ ഒരു മികവാണത്. വിദ്യാഭ്യാസ രംഗം, അതിൻ്റെ ആധുനികവൽക്കരണം, നവീന സാങ്കേതിക വിദ്യയുടെ വിന്യാസം, ആരോഗ്യ മേഖലയിലെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം, കാർഷിക മേഖലയിൽ കൂടുതൽ സബ്സിഡി, കൂടുതൽ ആളുകൾ കാർഷിക രംഗത്തേക്ക് പോകാനുള്ള പ്രോത്സാഹനം, 10 ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന കൃത്യതയുള്ള കാഴ്ചപ്പാട്, മൈക്രോ പ്ലാൻ എന്നുള്ള നിലയിൽ ഓരോ കുടുംബത്തെയും സാമ്പത്തികമായും സാമൂഹ്യമായും പൊതുതുല്യതയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള മുൻകൈ, ഈ മഹത്തായ കേരളീയ മുന്നേറ്റത്തെയാണ് തകർക്കാൻ ബോധപൂർവം കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് ഇപ്പോൾ പരിശ്രമിക്കുന്നത്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം, ഒരു കേരള ബാങ്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ദേശീയ തലത്തിൽ ബാങ്കിങ് മേഖല അദാനിക്കും അംബാനിക്കും വീതിച്ചു കൊടുത്ത് ലോകത്തെവിടെയും ഇല്ലാത്ത തരത്തിൽ ലോകത്തിലെ എല്ലാ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കി. അപ്പോഴാണ് നമ്മൾ ഈ ബദലുകൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വികസനത്തിൽ, സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിൽ, കിഫ്ബി നടപ്പിലാക്കി, അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിൽ, മൂലധന നിക്ഷേപത്തിൽ നല്ല മാതൃകകൾ നമ്മൾ ഉണ്ടാക്കി. കേരള ബാങ്ക് വന്നു. ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ അട്ടിമറിക്കാൻ നോക്കുന്നു. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ സേവന മേഖലകളിലെ മികവിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. കേരള ഗവൺമെന്റിനെ തന്നെ അട്ടിമറിക്കാൻ നോക്കുന്നു. ഇത് ഒരു കേരള വിരുദ്ധതയാണ്. കേരളം ആർജിച്ച നേട്ടങ്ങളോടുള്ള വിരോധപരമായ സമീപനമാണ്. സ്വാഭാവികമായും ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ നല്ല നിലയിൽ പ്രചരിപ്പിക്കാനാണ് ഇടതുപക്ഷ മുന്നണി പരിശ്രമിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഈ അടുത്ത ദിവസങ്ങളുണ്ടായ വിലക്കയറ്റം നമ്മളെല്ലാം കണ്ടതാണ്. പാചകവാതക വിലയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടായി. പാചകവാതകത്തിന്റെ സബ്സിഡിയെ കൊടുക്കുന്നില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടമ്മമാർ ഈ വിഷയം ചർച്ച ചെയ്യില്ലേ? എന്തെങ്കിലും സ്വീകാര്യത കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ കിട്ടുമോ? ആ നയങ്ങൾ എതിർക്കണ്ടേ? അതിൽ പിൻവലിഞ്ഞു നിൽക്കുന്നതാണ് UDF സമീപനം. BJP വിമർശിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. ഇവര് ഈ കേരളത്തിന്റെ നേട്ടങ്ങളെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുക. ഇപ്പോൾ കേരളത്തിൽ മികച്ച ഗവേഷണ സ്ഥാപനം രാജീവ് ഗാന്ധി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ജൈവ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെടുത്തി വൈറോളജി, അർബുദം, ഇതിൻ്റെയൊക്കെ ഗവേഷണങ്ങളുടെ വിപുലീകരണം നടക്കാൻ പോകും. അപ്പോൾ രാജീവ് ഗാന്ധി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിപുലീകരണവുമായി ബന്ധപ്പെടുത്തി പുതിയ സ്ഥാപനം വരുന്നു, പുതിയ മേഖലയിലേക്കുള്ള ഗവേഷണത്തെ വ്യാപിപ്പിക്കുന്നു. ബയോസാങ്കേതിക വിദ്യയുടെ മികവ് നമുക്ക് കിട്ടേണ്ടതാണ്. ഇപ്പൊ ചെയ്തിരിക്കുന്നത് എന്താ? ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിലാണ് ഗോൾവാൾക്കറുടെ പേരിൽ സ്ഥാപനം തുടങ്ങുന്നു. നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും നവോത്ഥാനത്തിനാണ് മേൽക്കൈ. ഈ നാടിന്റെ നന്മകളിലേക്കുള്ള യാത്രകളുടെ
അടിത്തറ പണിതത് നവോത്ഥാനത്തിൽ നിന്നാണ്. ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും നമ്മുടെ എത്ര സാമൂഹ്യ നവോത്ഥാന നേതാക്കൾ നമുക്കുണ്ട്. ആ നിലയിൽ നമുക്ക് സുപരിചിതനാണോ ഗോൾവാൾക്കർ? ഇതെല്ലാം എന്താണ്? ഇത് നൽകുന്ന സൂചന കൃത്യമാണ്. BJP കേരളത്തിന് നേരെ സ്വീകരിക്കുന്ന നിലപാടുകളുടെ ഭാഗമാണ് ഇതൊക്കെ. ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വീകാര്യത വർദ്ധിക്കുന്ന നിലപാടുകളാണെന്ന് ഗവൺമെന്റ് സ്വീകരിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യമാണ് ഗവൺമെന്റ് ഉയർത്തിപ്പിടിച്ചത്. സ്വാഭാവികമായും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നല്ല നിലയിൽ വോട്ട് രേഖപ്പെടുത്തും. നമ്മുടെ നാടിൻ്റെ പൊതുവികസന മുന്നേറ്റം അതിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രാദേശിക ഭരണസമിതികൾ അതിൻ്റെ തുടർച്ചയിൽ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തുടർ ഭരണം, അതിൻ്റെ സാധ്യതകളാണ് ഇന്നത്തെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ ഇന്ത്യൻ പരിതോവസ്ഥയിൽ വളരെ വലതുപക്ഷവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയ അവസ്ഥയിൽ സമാശ്വാസമാണ് കേരളം. ഐക്യരാഷ്ട്രസഭ പോലും BJP കർഷകരോട് സ്വീകരിച്ച നയങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുക. ദുർബല ജനവിഭാഗങ്ങളുടെ ശബ്ദമായി കേരളത്തിൻ്റെ അതിരുകളിലപ്പുറത്തേക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റും അതിൻ്റെ നയങ്ങളും മാറിയിട്ടുള്ള സന്ദർഭമാണിത്. സ്വീകാര്യത ഏറെ ഇടതുപക്ഷത്തിന് വർദ്ധിച്ചിട്ടുണ്ട്. മികവാർന്ന വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടാക്കാനാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായും പാലക്കാട്ട് ഇന്ന് വന്നപ്പോൾ സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന് ഏറ്റവും സ്വാധീനമുള്ള ജില്ലകളിലൊന്ന് എന്നുള്ള നിലയ്ക്ക് വൻ വിജയം പാലക്കാട് ജില്ലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇവിടുത്തെ നമ്മുടെ സഖാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഈ വലിയ വിജയം നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് സഹായകരമാകും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഈ സ്വർണ്ണക്കടത്ത് കേസും ലൈഫ് മിഷന്റെ ക്രമക്കേടും ഇഡിയുടെ പരിശോധനകളും ചോദ്യം ചെയ്യലും ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനെ ബാധിക്കാൻ സാധ്യതയുള്ളതായിട്ട് LDF കാണുന്നുണ്ടോ? സ്വർണ്ണക്കള്ളക്കടത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ നടന്ന ഒരു കാര്യമല്ല. അത് എയർപോർട്ടിൽ നടന്ന, അവിടെ കേന്ദ്രമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. 6 മാസമായിട്ട് വിവിധ ഏജൻസികൾ തുടർച്ചയായി രാപകലഞ്ഞ് അന്വേഷിക്കുകയാണ്. കള്ളപ്പണത്തിലെ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതാണ് ജനം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് പകരം കള്ളക്കടത്ത് കേസിലെ പ്രതികളെ പിടിക്കുന്നതിന് പകരം തേരാപ്പാര പെട്ടിയും തൂക്കി വേറെ അന്വേഷണം കൊണ്ടിട്ട് പോവുകയാണ് അവർ. പ്രതികളെ പരസ്പരം കൈമാറി വിവരാന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നതല്ലാതെ കള്ളക്കടത്തിൻ്റെ പിന്നിലെ ശക്തികളെ കണ്ടെത്തുക എന്ന നമ്മുടെ എല്ലാം ആഗ്രഹം. മുഖ്യമന്ത്രി തന്നെ അത് പ്രകടിപ്പിച്ചതാണ്. അതൊഴികെ ദിശ മാറിയ അന്വേഷണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്നത് നിസ്തർക്കമാണ്. ലൈഫ് ഞാൻ അല്ല ചോദിച്ചത്, എനിക്ക് മനസ്സിലായെന്ന് ഞാൻ പറയുന്നത്.
ഞാൻ അല്ല ചോദിച്ചോളൂ. ഇത് ഈ ദിവസം തോറും ഈ ഓരോരോ ED ചോദ്യം ചെയ്യുന്നു. ഇപ്പൊ CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഒരു പുകമറയിൽ നിർത്തുക നിങ്ങൾ പറയുമ്പോൾ പോലും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത് കയറി കൂടിയിട്ടുണ്ടാവില്ല, LDF ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ലേ എന്നാണ് ചോദ്യം. ബാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് കള്ളക്കടത്തുകാരെ പിടിക്കാനുള്ള ഒരു താല്പര്യം എല്ലാവർക്കും ഉണ്ടാവും. അത് ഗവൺമെന്റിനുണ്ടായി. അന്വേഷണ ഏജൻസികൾ തികഞ്ഞ പരാജയമല്ലേ? സാധിച്ചോ ഇത്രയും ദിവസമായിട്ട്? കാരണം യഥാർത്ഥ കേസ് അന്വേഷിക്കാനല്ല താല്പര്യം. അതല്ലേ, അത് ജനം കാണുന്നില്ലേ? സേനാനായകൻ തന്നെ തോറ്റോടിയിരിക്കുന്ന സ്ഥിതിയാണ് ഇടതുപക്ഷത്തിൽ. മുഖ്യമന്ത്രി ഒരിടത്തും പ്രചാരണത്തിൽ എത്തുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രചാരകാരികളും മറ്റുമല്ലാതെ അദ്ദേഹം പ്രചാരണത്തിൽ വരുന്നില്ല. അത് സേനാനായകൻ തന്നെ തോറ്റോടിയിരിക്കുന്ന സ്ഥിതിയാണെന്നാണ് PK കൃഷ്ണദാസ് പറഞ്ഞത്. അതിപ്പോ ഈ ഒരു വ്യക്തി പ്രശ്നം വന്നാല് നമ്മളൊന്ന് വിമർശിക്കണ്ടേ? മുഖ്യമന്ത്രി വിമർശിക്കാതെ എന്താഘോഷം എന്നുള്ളതാണ് ഒരു BJP ചെന്നിത്തല ശൈലി. സ്വാഭാവികം. പ്രതിപക്ഷമാകുമ്പോൾ അവര് മുഖ്യമന്ത്രിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കും. ഈ മുഖ്യമന്ത്രിയെ വലിയ തോതിൽ ആക്രമിച്ചവരാണ് പ്രതിപക്ഷവും BJP. ആ ആക്രമണത്തിന്റെ ഒരു രൂപമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ കേന്ദ്ര ഏജൻസികൾ എന്ന് പറയുന്നത്. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് അവരുടെ ലക്ഷ്യം ഈ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇന്നലെ വെർച്വൽ റാലിയിൽ പങ്കെടുത്തു. അതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മുടെ വികസന വിളംബരം എന്ന പേര് സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ ആശംസാ പ്രസംഗങ്ങളുണ്ടായി. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ആയിരങ്ങൾ വരും. മുഖ്യമന്ത്രി ക്യാമ്പയിനിൽ ഇറങ്ങിയാൽ ആയിരക്കണക്കിന് ആൾ വരില്ലേ? കോവിഡ് പ്രോട്ടോകോൾ ഇല്ലേ ഇവിടെ? അത് പരിരക്ഷിക്കാൻ മുഖ്യമന്ത്രി പ്രതിബദ്ധതയുള്ള ആളല്ലേ? സംസ്ഥാനത്തെ 36,000 ബൂത്തിൽ മുഖ്യമന്ത്രിക്ക് പോകാൻ പറ്റുമോ? 23,000 വാർഡില്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പല്ലേ? അപ്പൊ മുഖ്യമന്ത്രിക്ക് സാധാരണഗതിയിൽ ചെയ്യാൻ കഴിയുക ചില പൊതു പരിപാടികളിൽ പങ്കെടുക്കലാണ്. അതാകട്ടെ കോവിഡ് പ്രോട്ടോകോളിന് വിധേയമായിട്ട് പങ്കെടുക്കാൻ പറ്റൂ. യാഥാർത്ഥ്യബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവില്ല ഇത്. വിമർശിക്കാൻ ഒന്നുമില്ലാതെ വരുന്ന ഘട്ടത്തിൽ പറയുന്നതാണിത്. അതിൽ രാഷ്ട്രീയമില്ല. ആളുകളെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരു രീതിയാണ് അതിൽ പ്രകടമാകുന്നത്. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യുന്ന രീതിയാണ്. പതിനായിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ അവിടെ കോവിഡ് പ്രോട്ടോകോൾ പോരിക്കാൻ പറ്റൂല എന്നുള്ളത് കൊണ്ടാണല്ലോ ആൾക്കൂട്ടത്തിന്റെ നിയന്ത്രണം ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. അതിനോട് ഉത്തരവാദിത്വം പുലർത്തണ്ടേ മുഖ്യമന്ത്രി? BJPക്ക് പറ്റും. അവരിപ്പോ ഈ കോവിഡ് കാലത്ത് നടത്തിയ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ. ഒന്നുകൂടി BJP സംസ്ഥാന നേതാവ് ദേശീയ നിർവാഹക സമിതി അല്പസമയം മുമ്പ് പറഞ്ഞു, ഇനിയിപ്പോ അഥവാ പ്രചരണത്തിന് ഇറങ്ങിയാൽ ഈ പ്രചരണത്തിനിടയിൽ അദ്ദേഹത്തെ എങ്ങാനും കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്യുന്ന ഒരു ഭയം CPM-നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ഭയമുണ്ടോ? ഈ ഭയം എന്ന് പറഞ്ഞ വാക്കേ നിഘണ്ടുവിലില്ലാത്ത ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള കാര്യം കൃഷ്ണദാസൻ അറിയില്ല. പേടിയിലേക്ക് ഞങ്ങൾ ഈ കൊടി ഇന്നുവരെ കൊടുത്തിട്ടില്ല. അത് മനസ്സിലായിക്കൊള്ളണം. അത് നിങ്ങൾ മനസ്സിലായിക്കൊള്ളും. ആ പരിപാടിയില്ല. നല്ല ആത്മവിശ്വാസമല്ലേ, വിനയമാണ്, സംശയമൊന്നുമില്ല. ജനങ്ങൾക്കൊപ്പം വിനയപൂർവം തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അവരുടെ വിഷയങ്ങളിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാം. ഭയം പാടില്ല. അതാണ് നിലപാട്. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ആലങ്കാരികമായ ഒരു പദപ്രയോഗമായിട്ട് ഉണ്ടാവും. പറഞ്ഞത് അന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു. ഇപ്പൊ കോൺഗ്രസും അതുപോലെ തന്നെ BJP ഉന്നയിക്കുന്ന പ്രധാന ആരോപണം CM രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി മുഖ്യമന്ത്രിയിലേക്ക് എത്തും എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യും എന്നെങ്കിലും LDF-ഓ CPM-ഓ പ്രതീക്ഷിക്കുന്നുണ്ടോ അന്വേഷണ ഏജൻസി? അത് ആഗ്രഹമാണ്. UDF-ന്റെയും BJP-യുടെയും ആഗ്രഹമാണത്. നടപ്പിലാവാൻ പോകുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി
ജനങ്ങളർപ്പിച്ച വിശ്വാസത്തോട് 100% നീതി പുലർത്തി പ്രവർത്തിച്ചു വരുന്ന ആളാണ്. പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സഖാ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ മൂല്യങ്ങളെയും എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് ഏറെ ശത്രുത ഇവർക്കുള്ളത്. കള്ളക്കേസിൽ അദ്ദേഹത്തെ കുടുക്കിയിട്ടുണ്ട്, കൽത്തുറുകിലടച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരള മുഖ്യമന്ത്രി സഖാ പിണറായിയെ അവർക്ക് പൊതുജീവിത മുഖ്യധാരയിൽ നിന്ന് തള്ളി മാറ്റാൻ പറ്റുമോ? ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ്. മനോഹരമായ ഒരു ചോദ്യമാണ്. കേരളത്തില് അത്തരം ഒരു വിവരക്കേട് ഞങ്ങൾ കാണിക്കും എന്ന് നിങ്ങൾ കരുതാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഈ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരം വർഗീയതയുമായി എന്തെങ്കിലും തരം ഒത്തുതീർപ്പ് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ, പാടില്ലല്ലോ. SDPIയുമായി ചേർന്ന് ഒരു പഞ്ചായത്തിലും ഇടതുപക്ഷക്കാർ ഭരിക്കില്ല. ഒരു പഞ്ചായത്തിലും അങ്ങനെയൊന്നും പ്രവർത്തിച്ച ഒരാളും ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല. അല്ല, അതന്നെ ഞാൻ പറഞ്ഞത്. ഈ പറപ്പൂര് എന്ന ഭൂമിയുടെ അപ്പുറത്തുള്ളൊരു സ്ഥലമല്ല, നമ്മളെല്ലാം അറിയുന്നൊരു സ്ഥലമല്ലേ. അവിടെ അങ്ങനെ ഒരു സ്ഥലമില്ല. ആരോപണം BJP നമ്മുടെ സ്വന്തം സ്ഥാനത്താണ് ബോർഡ് വെച്ചത്. അത് പാർട്ടിയുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു. അതുപോലെ തന്നെ പല പഞ്ചായത്തുകളും ഒരിക്കലും ഉണ്ടാവില്ല. ഇതിന്റെ വില നൽകേണ്ടി വരും. അതിൽ ഏറ്റവും കൂടുതൽ തകരാറ് സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണ്. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് വലിയ ചീത്തപ്പേരുണ്ടാക്കുകയാണ്. അതുകൊണ്ടല്ലേ ഞാൻ നോക്കിയപ്പോ താരിഖ് അൻവർ ഇവിടെ വന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? വർഗീയ ശക്തികളുമായിട്ട് മുന്നണി ഉണ്ടാക്കുന്നതിന്റെ ആപത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ അവരൊന്നും ഇത്തരം മുന്നണിയെ കുറിച്ചല്ല സംസാരിച്ച് കേട്ടത്. ഞാൻ പല അവസരവാദവും കോൺഗ്രസ്സുകാർക്കുണ്ട്. വർഗീയ ശക്തികളുമായിട്ട് മുന്നണി ഉണ്ടാക്കുന്നതിന്റെ ആപത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ അവരൊന്നും ഇത്തരം മുന്നണിയെ കുറിച്ചല്ല സംസാരിച്ച് കേട്ടത്. ഞാൻ പല അവസരവാദവും കോൺഗ്രസ്സുകാർക്കുണ്ട്. മൃദു ഹിന്ദുത്വമുണ്ട്. സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിലും പലപ്പോഴും ചാഞ്ചാട്ടമുണ്ട്. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷെ ഇത്ര പരസ്യമായി ഇപ്പൊ കേരളത്തിലുണ്ടാക്കിയ രാഷ്ട്രീയ സഖ്യം അത് കേരളത്തിലെ കോൺഗ്രസിന്റെ വലിയ തകർച്ചയ്ക്ക് വഴിവെക്കാൻ പോവുകയാണ്. മുസ്ലിം ലീഗിന് വിധേയമായതിന്റെ വില കൊടുക്കേണ്ടി വരും കേരളത്തിലെ കോൺഗ്രസ്. ആ നിലയിലേക്കുള്ള രാഷ്ട്രീയ അവസരവാദമാണ് നടന്നത്. കേന്ദ്ര സർവകലാശാലയ്ക്ക് പറഞ്ഞല്ലോ ഗോൾവാക്കറുടെ പേര് നൽകാൻ ശ്രമിച്ചു. അല്പസമയം മുമ്പ് BJPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള MT രമേശ് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഞങ്ങൾ മാറില്ല, ദഹിക്കുന്നില്ലെങ്കിൽ ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചു, ഉപ്പും കൂട്ടി കടിച്ച് അമർത്തിന്ന് വെട്ടിക്കൊള്ളാനാവും. എന്താണ് പ്രതികരണം? അത് ഒരു സംഘപരിവാറുകാരൻ്റെ ബോധ നിലവാരത്തിൽ നിന്ന് ഈ നിലയിലുള്ള വാക്കുകളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതൊരു പരിവാർ നിഘണ്ടുവിൻ്റെ പ്രയോഗ രീതിയാണ്. പക്ഷേ ഈ പരികൽപ്പനയിൽ പാർലമെന്റിൽ ജനവിരുദ്ധ നിയമങ്ങൾ ഇപ്പോൾ പാസ്സാക്കിയല്ലോ. ആരും ഇവരെയൊന്നും ചോദ്യം ചെയ്യില്ല എന്നാണ് കരുതിയത്. നമ്മളെല്ലാം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കില്ലേ. സാധാരണ സമരങ്ങളെ കുറിച്ച്
അവസാന പേജിന്റെ മൂലയിലോ നടുക്കേതെങ്കിലും ഒരു മൂലയിൽ ഒരു കോളം കൊടുത്തിരുന്ന ആളുകൾക്ക് ഒന്നാം പേജിലെ ഏറ്റവും വലിയ തലക്കെട്ടാണല്ലോ ഈ സമരം. അത് തന്നെയാണ് അതിന്റെ ഉത്തരം. ഈ പാലക്കാട് ജില്ലയിലെ പല മേഖലകളിലും കുമരപുത്തൂര്, മണ്ണൂര് CPM-ഉം CPI-യും പ്രാദേശിക അടിസ്ഥാനത്തിൽ ഒരു മത്സരം നടക്കുന്ന സ്ഥിതിയുണ്ട്. ജില്ലയിലെ വലിയ വിജയത്തിന് തടസ്സമാകും അതൊക്കെ? പൊതുവെ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക പാർട്ടികൾ തമ്മിൽ പരസ്പര മത്സരമില്ല. വിശേഷിച്ച് CPIM-ഉം CPI-യും ഏറ്റവും കൂടുതൽ ഐക്യത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വളരെയേറെ പഞ്ചായത്തുകളും വളരെയേറെ ചെറിയ നിയോജകമണ്ഡലങ്ങളുമുള്ള തെരഞ്ഞെടുപ്പാണ്. അത്യപൂർവം എവിടെയെങ്കിലും അത്തരം ചില മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ പ്രാദേശികമായ ചില യോജിപ്പെത്തായ്മയാണ്. അതൊന്നും നമ്മുടെ പൊതുവിജയത്തെ ആ നിലയിൽ ബാധിക്കുന്നതല്ല. സംസ്ഥാനത്താകെയും ജില്ലയിലും പൊതുവെ നല്ല ഐക്യമാണ് ഇടതുപക്ഷ മുന്നണിയിലെ ഘടക പാർട്ടികളും വിശേഷിച്ച് CPI CPM. അതെ, എല്ലാ ദിവസവും UDF വെൽഫെയർ സഖ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, എന്നാൽ SDPI കുറിച്ച് കാര്യമായി ഒന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ BJP നേതാവ് പറഞ്ഞത് LDF-ന് SDPI-യുമായി